നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് സ്ലോട്ടർ മരങ്ങൾ ടാപ്പിംഗ് ചെയ്യുന്നതിന് മുമ്പ് പ്ലാസ്റ്റിക് എങ്ങനെ കൃത്യമായിട്ട് ഒട്ടിക്കാം എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും സ്ലോട്ടർ ടാപ്പിംഗ് നടത്തുന്നത് നമ്മൾ നേരത്തെ പ്ലാസ്റ്റിക് ഒട്ടിക്കുന്നതിന് മുമ്പ് തന്നെ സ്ലോട്ടർ ടാപ്പിംഗ് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വളരെ ഉയരത്തിലേക്ക് പോകും. അങ്ങനെ ഉയരത്തിലേക്ക് പോയി കഴിയുമ്പോൾ നമുക്ക് കൂടുതൽ വലിയ പ്ലാസ്റ്റിക്കൊക്കെ നമുക്ക് ഇടേണ്ടതായി വരും. അപ്പം അതിന് മുന്നോടിയായിട്ട് നമുക്ക് ചെയ്യേണ്ടത്, നമ്മൾ റബ്ബർ മരങ്ങൾ ടാപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഏകദേശം മഴയോടനുബന്ധിച്ച് നമ്മൾ പട്ടയിടുകയും നമ്മൾ പ്ലാസ്റ്റിക് ഇട്ട് തുടങ്ങുകയും ചെയ്താൽ നമുക്ക് താഴെ നിന്ന് തന്നെ നമുക്ക് കുറഞ്ഞ ചിലവിൽ നമുക്ക് പ്ലാസ്റ്റിക് ഒട്ടിക്കാവുന്നതാണ്. അതല്ല എങ്കിൽ നേരത്തെ തന്നെ നമ്മൾ റബ്ബർ മരങ്ങൾ ടാപ്പ് ചെയ്യുന്നതോടുകൂടി നമുക്ക് പെട്ടെന്ന് തന്നെ പട്ട തീർന്നു പോവുകയും മാത്രമല്ല വേനൽക്കാലങ്ങൾ വെട്ടിയ കാര്യമായിട്ട് പാല് കിട്ടുന്നില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് 2 സീസണിലും നമുക്ക് താഴെ നിന്ന് തന്നെ നമുക്ക് പ്ലാസ്റ്റിക് ഒട്ടിക്കാൻ സാധിക്കുന്നത്. ഇനി എങ്ങനെയാണ് നല്ല രീതിയിൽ പ്ലാസ്റ്റിക് ഒട്ടിക്കുന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ മരം സ്ലോട്ടർ നേരത്തെ തന്നെ വെട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു മരമാണ് ഇത്. അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് ഒട്ടിക്കുമ്പോൾ വളരെ ഉയരത്തിൽ കുവടിയിൽ കയറി വേണം പ്ലാസ്റ്റിക് ഒട്ടിക്കാൻ. നിങ്ങൾക്ക് കാണാം, ഇതുപോലെ വട്ടത്തിൽ കറക്കി വേണം നമുക്ക് പശ തേക്കാൻ. അതല്ല എങ്കിൽ പുറകെ കൂടെ വെള്ളം ഇറങ്ങി വരികയും മാത്രമല്ല കാറ്റെടുത്ത് പ്ലാസ്റ്റിക് മറിക്കും. അതിനാണ് നമ്മൾ ഇതുപോലെ നീളത്തിൽ ചേർന്നത്. മാത്രമല്ല ഇതുപോലെ നമ്മൾ വൃത്തിക്ക് വേണം മരങ്ങൾ ചേരണ്ടാൻ. കാരണം മുകൾ വശത്തുള്ള മൊരികൾ നല്ലപോലെ എടുത്തു കാണണം. കാരണം പിണ്ണാക്ക് പോലുള്ള വസ്തുക്കൾ അവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ കൂടി വെള്ളം ഇറങ്ങി നമുക്ക് ചോരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ശരിക്കും ചിരണ്ടണം. ചിരണ്ടി കഴിഞ്ഞ് ഒരുപാട് വീതി വേണ്ട, നമുക്ക് ആ പശ തേക്കാൻ കണക്കിനുള്ള വീതിക്ക് നമ്മൾ ചിരണ്ടി വൃത്തിയാക്കണം. മാത്രമല്ല പോടുകളൊക്കെ നമുക്ക് കുത്തി ഇളക്കി വൃത്തിയാക്കി കളഞ്ഞില്ല എങ്കിൽ അതിൽ ലീക്ക് വരും. കാരണം മുകളിൽ നിന്ന് നമുക്ക് ഒട്ടിക്കുമ്പോൾ നമുക്ക് താഴെ നിന്ന് ഒട്ടിക്കുന്ന അത്രയും നമുക്ക് വൃത്തിക്ക് നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ വളരെ എത്ര വൃത്തിക്ക് ചെയ്യാൻ പറ്റുമോ അത്രയും വൃത്തിക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് സ്ലോട്ടർ മരങ്ങൾ ടാപ്പിംഗ് ചെയ്യുമ്പോൾ നമുക്ക് ലീക്കില്ലാതെ നമുക്ക് വെട്ടാൻ സാധിക്കത്തുള്ളൂ. അപ്പം ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മാത്രമല്ല അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും നമ്മൾ ശരിക്കും കടത്തി വേണം നമുക്ക് ഒട്ടിച്ചിടാൻ. അതല്ല എങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് പുറകിൽ കൂടെ വെള്ളം വരികയും കാറ്റെടുത്ത് മറിച്ച് കളയുകയും ചെയ്യും. ഇനി നമുക്ക് എങ്ങനെയാണ് പശ തേക്കുന്നത് കാണിച്ചു തരാം. ഇതുപോലെ നമ്മൾ വളരെ ഉയരത്തിൽ കയറി നമുക്ക് പശ നമുക്ക് ഈസി ആയിട്ട് ഗോവണിയിൽ നിന്ന് തന്നെ തേക്കാൻ സാധിക്കും. അപ്പം പശ തേക്കാനും ചിരണ്ടാനും ഒക്കെ നമുക്ക് ഗോവണിയിൽ ഒരു കൈയൊക്കെ ഉപയോഗിച്ച് ചെയ്താലും നമുക്ക് പ്ലാസ്റ്റിക് ഒട്ടിക്കുമ്പം അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം പ്ലാസ്റ്റിക് എങ്ങനെ കൃത്യമായിട്ട് ഒട്ടിക്കുന്നതെന്നും ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നാണ്. അപ്പം പശ തേക്കുമ്പം നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് പശ തേക്കാം. ഇത് പുറകുവശത്തു നിന്ന് ഇങ്ങനെ പശ തേച്ച് താഴോട്ട് വരുന്ന രീതിയിലാണ് പശ തേക്കുന്നത്. അതല്ല നമുക്ക് അല്ലാത്ത ആൾക്ക് മുൻവശത്തുനിന്ന് മുകളിലോട്ടും തേക്കാം. പക്ഷേ പശ ഒരുമാതിരി ഇച്ചിരി കട്ടി കൂട്ടി ഇട്ടില്ല എങ്കിൽ നമുക്ക് ശരിക്കും കവറിങ്ങും കാര്യങ്ങളും ഒന്നും കിട്ടത്തില്ല. അപ്പം നിങ്ങൾക്കിപ്പോൾ കാണാം, ഈസി ആയിട്ട് തന്നെ നമുക്ക് പശ തേക്കാൻ സാധിക്കും. പശ വളരെ കട്ടി കുറഞ്ഞാലുള്ള പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലീക്ക് തീർച്ചയായിട്ടും വരും. അപ്പം മാത്രമല്ല നമ്മൾ 2ാം വശം തേച്ച് കൊടുക്കേണ്ടതായ ആവശ്യമൊന്നുമില്ല. ഇതുപോലെ കണ്ടോ, ചുറ്റി വേണം നമ്മൾ തേക്കാൻ. ഇങ്ങനെ ചുറ്റി തേച്ച് കഴിഞ്ഞാൽ പുറകുവശത്തുനിന്ന് ഒരു കാരണവശാലും വെള്ളം ഇറങ്ങി വരത്തില്ല. അതല്ല എങ്കിൽ നമ്മൾ സാധാരണ പ്ലാസ്റ്റിക് ഒട്ടിക്കുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ പിറകു വശത്തു നിന്ന് നമ്മൾ വെള്ളം ഇറങ്ങി വരികയും കാറ്റെടുത്ത് മറിച്ച് കളയുകയും ചെയ്യും. അപ്പം നമ്മൾ ചെയ്യുമ്പോൾ വെച്ചാൽ ഒരു റൗണ്ട് പിടിച്ച് വേണം ചെയ്യാൻ. അതായത് പിറകുവശം നമ്മളിങ്ങനെ വട്ടത്തിൽ റൗണ്ട് പിടിച്ചിട്ട് താഴോട്ട് നമ്മൾ സ്ലോപ്പ് കൊടുത്ത് ചിരണ്ടി വൃത്തിയാക്കി വേണം നമുക്ക് പ്ലാസ്റ്റിക് ഒട്ടിക്കാൻ. സാധാരണ നമ്മുടെ പട്ടകളിൽ ഇത്രയും ചെരിവോ കാര്യങ്ങളോ ഒന്നും കൊടുക്കേണ്ടതില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് സ്ലോട്ടർ ആയതുകൊണ്ട് തന്നെ ഇതിന് കൂടുതൽ പ്ലാസ്റ്റിക് ചിലവ് കാര്യങ്ങൾ വരും. സ്ലോട്ടറിന് പല രീതിയിലുള്ള പ്ലാസ്റ്റിക് വരുന്നുണ്ട്. 24 ഉണ്ട്, അതുപോലെ 30 ഉണ്ട്, 36 ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മളുടെ മരങ്ങൾ എപ്പോഴും ശരിക്കും ചിരട്ട മൂടണമെങ്കിൽ അതിനനുയോജ്യമായി വേണം നമുക്ക് പ്ലാസ്റ്റിക് മേടിക്കാൻ. അപ്പം ആ രീതിയിൽ പ്ലാസ്റ്റിക് മേടിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ചിരട്ട മൂടത്തുള്ളൂ. മാത്രമല്ല നമുക്ക് തുടക്കത്തിലൊക്കെയുള്ള സ്ലോട്ടർ മരങ്ങളാണെങ്കിൽ നമുക്ക് 24 മതിയായിരിക്കും. എന്നിരുന്നാൽ പോലും 30 ഏറ്റവും നല്ലത്. 24-ൻ്റെ പ്ലാസ്റ്റിക് മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മൂടിക്കിട്ടും. അതുപോലെ നമ്മൾ പട്ടയിടുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 10 അല്ലെങ്കിൽ 12 ഇഞ്ച് മുകളിലോട്ട് നമുക്ക് കയറ്റി ഇടണം. നമ്മൾ സ്ലോട്ട് വെട്ടത്തക്ക രീതിയിലുള്ള പട്ടയിട്ട് വേണം വെട്ടി തുടങ്ങാൻ. അതുപോലെ സെൻറ്റർ ഭാഗത്ത് ചിരട്ട വരത്തക്ക വണ്ണം വേണം നമുക്ക്
ഇതിൻ്റെ ചിരണ്ടും കാര്യങ്ങളും എല്ലാം വരെ ഒട്ടിക്കുന്നത് കൃത്യമായിട്ട് ചിരട്ട സെൻറ്ററിൽ നിന്നില്ലെങ്കിൽ നമുക്ക് കാറ്റെടുത്ത് മറിച്ച് കളയും. അപ്പോൾ ഇതെല്ലാം വളരെ ശ്രദ്ധിച്ച് നമ്മൾ കൈകാര്യം ചെയ്തിട്ടില്ല എങ്കിൽ നമുക്ക് സ്ലോട്ട് ഒട്ടിക്കുമ്പോൾ നമുക്ക് പരാജയം വരും. കാരണം മഴക്കാലങ്ങളിൽ പുറകിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും, മാത്രമല്ല ചിരട്ട മൂടാത്ത അവസ്ഥ വരും. അപ്പോൾ പ്ലാസ്റ്റിക് നമ്മൾ ഏത് രീതിയിലുള്ള പ്ലാസ്റ്റിക് മേടിക്കണം എന്ന് ആദ്യമായി തിരഞ്ഞെടുക്കുകയാണ് ആദ്യത്തെ കടമ്പ. അത് കഴിഞ്ഞ് വേണം അടുത്ത രീതിയിലേക്ക് നമ്മൾ മാറാൻ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആരംഭത്തിലൊക്കെ സ്ലോട്ട് വെട്ടാൻ താല്പര്യപ്പെടുന്നവർ നമ്മൾ നേരത്തെ തന്നെ ഒട്ടിക്കാതെ മഴയ്ക്ക് മുന്നോടിയായിട്ട് ഒട്ടിച്ചു തുടങ്ങുകയാണെങ്കിൽ നമുക്ക് 2 സീസൺ നിലത്ത് തന്നെ നിന്ന് ഒട്ടിക്കാം. അപ്പം ഇതുപോലെ നിങ്ങൾക്ക് കാണാം, ഇവർ 2 പേരും 2 ഗോവേണയിൽ കയറിയതാണ് ചെയ്തത്. അപ്പോൾ ഒരാൾ ഫ്രണ്ടിൽ നിന്ന് ഞൊറിഞ്ഞ് മറ്റേ ആളുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. അപ്പം അവിടെ നിന്ന് അടുത്തയാൾ അവിടെ നിന്ന് ഞൊറിഞ്ഞ് അത് പൂർത്തീകരിച്ച ശേഷം അത് മുറിക്കുന്നു. അങ്ങനെ മുറിച്ചതിന് ശേഷം അവർ മുകളിൽ നിൽക്കുന്ന ആൾ ബെൽറ്റ് അടിച്ച് താഴോട്ട് കൊടുക്കുകയും താഴെ നിൽക്കുന്ന ആൾ ബാക്കി ഭാഗങ്ങൾ ഫിനിഷ് ചെയ്യുന്നതായിട്ടും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾ കണ്ടോ, മോൾ വശത്തു നിന്നും ബെൽറ്റ് അടിച്ചിട്ട് മുകളിൽ നിൽക്കുന്ന ആൾ അത്രയും ഭാഗം അവർ ശരിക്കും അവിടെ നിന്നുകൊണ്ട് തന്നെ സ്റ്റാപ്പറിൽ പിന്നടിച്ച് കഴിഞ്ഞു. ഇനിയും താഴെ നിൽക്കുന്ന ആൾ ബാക്കി ഭാഗങ്ങളും കൂടെ ഈസി ആയിട്ട് കറക്റ്റായിട്ട് തന്നെ പിന്നടിച്ചു കൊടുക്കുന്നു. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഈ മരം ലീക്ക് ചെയ്യത്തില്ല. കാരണം വളരെ ചിട്ടയോടുകൂടി മാത്രമാണ് ഇത് ഒട്ടിക്കുന്നത്. അതല്ല എങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് നിന്ന് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്, ലീക്ക് വരാനുള്ള സാധ്യതകളും ഏറെയാണ്. അപ്പം ഈ രീതിയിൽ നമ്മൾ പ്ലാസ്റ്റിക് ഒട്ടിക്കുമ്പോൾ ഇത് നോക്കിയാൽ നല്ലപോലെ ഞൊറിയിട്ട് വേണം നമ്മൾ പ്ലാസ്റ്റിക് ഒട്ടിക്കാൻ. എന്നാൽ മാത്രമേ നമുക്ക് വിരിഞ്ഞ് കിട്ടത്തുള്ളൂ. നമുക്ക് മാത്രമല്ല പൊക്കി വെച്ചാൽ അവിടെ ഇരിക്കത്തുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ പ്ലാസ്റ്റിക് ഒട്ടിക്കുന്ന വീഡിയോ ഞാൻ ഇതിനു മുമ്പ് എൻ്റെ KS കിസാൻ പ്രിൻറ്റിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് നമ്മൾ ഒറ്റപ്പെട്ട മരം പ്ലാസ്റ്റിക് എങ്ങനെയാണ് ഒറ്റപ്പെട്ടയിൽ പ്ലാസ്റ്റിക് ഒട്ടിക്കുന്നതെന്നാണ് ഞാൻ വീഡിയോ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ എൻ്റെ KS കിസാൻ പ്രിൻ്റ് എന്ന ചാനലിൽ എങ്ങനെയാണ് 2 പ്ലാസ്റ്റിക് ചുട്ടുന്നതെന്നുള്ള വീഡിയോയും ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇതുകൊണ്ട് പുറകു വശത്ത് അവർ വളരെ കുറച്ച് നീട്ടിയിട്ടിട്ടാണ് പിൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ പുറകുവശത്ത് അടിച്ച ആൾ താഴോട്ട് 2 പേരും ഗോവണയിൽ നിന്ന് ചെയ്യുന്നതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പം സാധാരണ ആൾക്കാർ ഇങ്ങനെയാണോ ഇടുന്നതെന്ന് അറിയത്തില്ല, ഇതുപോലെയാണ് നമ്മളൊക്കെ പ്ലാസ്റ്റിക് ഒട്ടിക്കുന്നത്. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ വളരെ എളുപ്പവുമാണ്, വളരെ ലീക്കും കുറവാണ്. നല്ല രീതിയിൽ നമുക്ക് പ്ലാസ്റ്റിക് ഒട്ടിക്കാൻ പറ്റും. നമുക്ക് ആ പശ തേക്കുന്ന സമയത്തെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. നമ്മൾ നിലത്ത് നിന്ന് എങ്ങനെയാണ് പ്ലാസ്റ്റിക് ഒട്ടിക്കുന്നത് ആ രീതിയിൽ തന്നെ നമുക്ക് പ്ലാസ്റ്റിക് ഒട്ടിക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യണം. അപ്പം നല്ല നല്ല വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് പ്ലാസ്റ്റിക് ഒട്ടിക്കുന്ന സംബന്ധമായി എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ നിങ്ങൾക്ക് എന്നോട് ചോദിക്കണമെങ്കിൽ എന്നോട് വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരുന്നതുമായിരിക്കും. മാത്രമല്ല എൻ്റെ വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യണം. ഞാനിവിടെ ഇതിൻ്റെ നമ്പർ, എൻ്റെ വീഡിയോയുടെ നമ്പർ ഞാനിവിടെ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും എന്നെ വിളിക്കാവുന്നതാണ്. അതുമാത്രമല്ല, ഞാൻ തേനീച്ച സംബന്ധമായും വയക്ക് സംബന്ധമായും ഒരുപാട് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഞാൻ കർഷക സംബന്ധമായ വീഡിയോ ആണ് ഇടുന്നത്. അപ്പം നമുക്ക് പരമാവധി നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് ചെയ്ത് നമ്മളെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചിട്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.